മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു എനർജി ഏത് രീതിയിലാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത്, അവരുടെ ഒരു കറന്റ് തോട്ട്സ് ഏത് രീതിയിലാണ് എന്നുള്ളത് നോക്കാം. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നന്നായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അവരുടെ പേര്, അവരുടെ മുഖം ഇതെല്ലാം നന്നായിട്ട് മനസ്സിലേക്ക് ഓർത്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കിങ് ഓഫ് കപ്സ്, 6 of cups, 8 of cups, the empress, 3 of wands, 6 of wands, 3 of swords, the devil energy വന്നിട്ടുണ്ട്, 8 of wands, 4 of coins, 10 of cups, 3 of cups, star, 9 of swords, 6 of swords, king of coins, queen of cups, 7 of wands. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ടവർ എനർജി ആണ്. ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്താണ് എന്നുള്ളത് നോക്കാം. ഇവിടെ 3 ഓഫ് സോഴ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് വളരെയധികം ഒരു മാനസികപരമായിട്ടുള്ള വേദനകളിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. മാനസികപരമായിട്ടുള്ള വേദന എന്ന് പറയുമ്പോഴേക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു വാളുകൾ എന്ന് പറയുന്നത് ഹൃദയത്തിലേക്ക് തന്നെയാണ് കൊണ്ടിരിക്കുന്നത്. അപ്പൊ വൈകാരികപരമായിട്ട് ഇവർക്ക് എവിടെ നിന്നോ വലിയ രീതിക്ക് ഒരു പെയിൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ടവർ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അതുപോലെ ഡെവിൾ എനർജിയും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റ് സിറ്റുവേഷൻസ്, പുറത്തു നിന്നുള്ള മറ്റ് വ്യക്തികളുടെ സ്വാധീനമൊക്കെ ഉള്ള ഒരു ബന്ധമാണിത്. അപ്പൊ ആ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ പേഴ്സണ് അപ്രതീക്ഷിതമായിട്ട് അവരിൽ നിന്നൊക്കെ ഒരു തിരിച്ചടി നേരിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ദൈവികപരമായിട്ട് തിരിച്ചടി അവർക്ക് നേരിട്ടിരിക്കുന്ന സമയം. അവരിപ്പോ നിങ്ങളിൽ നിന്ന് മാറി നിന്ന വ്യക്തികൾ, ഇപ്പൊ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിലാണ് ഇവിടെ നിൽക്കുന്നത്. ആ ഒരു സെപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള ബന്ധങ്ങളായിരിക്കാം. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴേക്കും വ്യക്തികൾ തന്നെയാണ്, ഇമോഷൻസിനേക്കാൾ കൂടുതൽ വ്യക്തികളുടെ എനർജി ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ മാറി നിന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെ മാറ്റി നിർത്തിയവരാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ, ഇവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവരുടെ ലൈഫിൽ ഇവർ എവിടെയാണോ നിങ്ങളെ മാറ്റി നിർത്തി പോയത് അവിടെ നിന്നും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരോട് ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. എന്താണ് ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളതൊന്നും അറിയാത്തൊരവസ്ഥ, ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ആണ്. പക്ഷെ അങ്ങനെ വന്നിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഇവരുടെ ഹൃദയത്തിലേക്ക് കൊണ്ടിരിക്കുന്ന വേദനകളിൽ നിങ്ങളുടെ ഓർമ്മകൾ ആദ്യമേ തന്നെ കടന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം തിരിച്ചറിവ് ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവരെടുത്ത തീരുമാനം തെറ്റായി പോയി, അല്ലെങ്കിൽ ഇവർ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അത്ര സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല, ഒട്ടും കംഫർട്ട് അല്ലാത്തൊരു സ്ഥലമാണ്. എത്രയും വേഗം അവിടെ നിന്ന് ഒരു മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയത്ത് അവർക്ക് എന്താണ് ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളത് അറിയില്ല. ഇവിടെ ഒരു തേർഡ് സിറ്റുവേഷൻ കാണിക്കുന്നത് കൊണ്ടിട്ട് അവർ പോയി നിന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു, അതായത് അവർ കൊടുത്തിരിക്കുന്ന ആ ഒരു പാല് കൊടുത്തത് പാമ്പിനാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു, തിരിച്ചു കൊത്തിയിരിക്കുന്നു. ആ ഒരു അവസ്ഥയാണ് നേരിട്ട് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നേരിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്താണ് നിങ്ങളുടെ പേഴ്സണ് തീർച്ചയായും നിങ്ങളുടെ ഓർമ്മകൾ വന്നിരിക്കുന്നത്. നമുക്കിവിടെ കിങ് ഓഫ് കപ്സും ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പാർട്ട്ണർഷിപ്പ് എനർജി ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ വിജയം ആഗ്രഹിക്കുന്നവരാണ്.
അതേ ചിന്തകൾ നിങ്ങളുടെ വ്യക്തിയിലും ഇപ്പൊ വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ എംപ്രസ് എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. യൂണിവേഴ്സൽ മദറിന്റെ സപ്പോർട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണിത്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അവരിപ്പോ എന്തായാലും മൈൻഡ് ഒക്കെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആയിട്ട് എല്ലാ രീതിക്കും ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിലാണ്. ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ മുന്നോട്ടേക്ക് എന്താണെന്നുള്ള വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കിലും നിങ്ങളുടെ ഓർമ്മകൾ അവരെ ഭയങ്കരമായിട്ട് അലട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ എത്രത്തോളം നിങ്ങളെ ഓർക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ആ ഒരു ഇവരുടെ തോട്ട് അല്ലെങ്കിൽ ഇവരുടെ ചിന്തകൾ ഒരു കൺഫ്യൂഷൻ ആണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥ. എങ്കിലും ഒരുപാട് തീരുമാനങ്ങൾ എടുക്കണം, മുന്നോട്ടേക്ക് ഇതിനെ നയിക്കണം എന്നൊക്കെയുള്ള ഒരു എന്താ പറയാ ആ ഒരു എനർജിയിൽ വേരിയേഷൻസ് വരുന്നുണ്ട്. പക്ഷെ എനർജി കയറി വരുന്നുണ്ടെങ്കിലും ആ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിൽ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ചലിക്കാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് ഏത് രീതിയിൽ തുടങ്ങണം എന്നുള്ള ഒരു ക്ലാരിറ്റി ലഭിക്കുന്നില്ല. നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ എന്തായാലും പറയാം. ആദ്യമേ തന്നെ നമുക്കിവിടെ കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പിൽ വിജയം തന്നെയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകേണ്ടതാണ്. അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തിൽ ഏറ്റവും കൂടുതൽ യോഗ്യനായിട്ടുള്ള അല്ലെങ്കിൽ യോഗ്യത ഉള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ ആ ഒരു സ്നേഹം ഇനി മറ്റാരിലേക്കും പോകാതെ നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ എത്തിക്കണം. എന്തൊക്കെ തടസ്സങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇനി വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കുക. അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ ലെറ്റ് ഗോ ചെയ്ത് പോവണം. ഇവിടെ ഒട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് അല്ല അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലല്ല നിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഇവരെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഓർമ്മകൾ വരുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അറിയാത്ത ഒരു സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിൽക്കുന്ന സ്റ്റേജിൽ അവർ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് അവസ്ഥയാണ്. സ്ട്രെസ് അതുപോലെ ഓവർ തിങ്കിങ് എല്ലാം കൂടി അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുകളൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഒന്നാമത് എന്ന് പറയുന്നത് കംഫർട്ടബിൾ അല്ല നിൽക്കുന്ന സ്ഥലം. രണ്ടാമത് എന്ന് പറയുന്നത് തിരിച്ചറിവ്. എന്ന് വെച്ചാൽ കൊടുത്തിരിക്കുന്ന സ്നേഹം മുഴുവൻ വെറുതെ ആയി പോയല്ലോ എന്നൊരു തിരിച്ചറിവ്. മൂന്നാമത് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് വന്നിരിക്കുന്ന ഓർമ്മകൾ കുറ്റബോധമായിട്ട് അലട്ടുന്ന അവസ്ഥ. എല്ലാം കൂടി വന്നപ്പോൾ കിട്ടിയിരിക്കുന്ന തിരിച്ചടി എന്ന് പറയുന്നത് അതിനേക്കാളും വലുത്. അപ്പൊ ഇങ്ങനെ എല്ലാ രീതിക്കും ഒരു തിരിച്ചടി കിട്ടിയ ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു സ്റ്റേജിലേക്ക് മാറിയിരിക്കുന്നത്. ഇവർ കരിയർ വൈസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷെ അവർക്ക് ഇപ്പൊ ഒന്നിലേക്കും ഫോക്കസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. സ്വാർത്ഥതയോട് കൂടി അവർ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ ആയിരിക്കണം അവർക്ക് ഒരുപക്ഷെ ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെ സ്വയമേ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരിപ്പോ ആ ഒരു പഴയകാല ഓർമ്മകളിലേക്ക് ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് കണ്ട നിമിഷങ്ങൾ മുതൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു നിമിഷത്തിൽ അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്തതാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരെ പ്രപ്പോസ് ചെയ്തതാണെന്നുണ്ടെങ്കിലും ആ ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ ഓർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് മുതൽ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന ആ ഒരു മൊമെന്റ്സ് പിരിയുന്ന ആ ഒരു നിമിഷം വരെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഓർക്കുക. ആ ഒരു റിപ്പീറ്റേഷനിലൂടെ അവർ ഒരു സമയത്ത് ചിന്തിക്കാതെ വിട്ടുകളഞ്ഞിരിക്കുന്ന പല പല കാര്യങ്ങൾ പോലും ഉണ്ടായിരുന്നു. ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നല്ല കാര്യങ്ങളൊന്നും ആരും ഓർക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നല്ല കാര്യങ്ങളൊന്നും ആ ഒരു സമയത്ത് ഓർത്തിരുന്നില്ല. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ പോലും വിട്ടുപോയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഇവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റോ കാര്യങ്ങളോ ഒക്കെ ആ ഒരു സമയത്ത് കൊടുത്തിരുന്നെന്നുണ്ടെങ്കിൽ ഇവരിപ്പോ അതൊക്കെ എടുത്ത് വെച്ച് നോക്കുക. അതിലൂടെയൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക. ആ ഒരു എനർജിയിലൊക്കെയാണ് നിൽക്കുന്നത്. യഥാർത്ഥമായ ഒരു സ്നേഹമായിരുന്നല്ലോ അവരുടെ കൂടെ ഇത്രയും നാൾ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു യഥാർത്ഥമായ സ്നേഹം ഇവിടെ ഉണ്ടായിട്ടും അവർ ആ ഒരു fake ആയിട്ടുള്ള സ്നേഹത്തിന്റെ പുറകെയാണ് പോയിരിക്കുന്നത്. അങ്ങനെ പോയ വ്യക്തികൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സമയത്ത് ആ ഒരു തിരിച്ചറിവ് വരുമ്പോൾ നിങ്ങളായിരുന്നു ശരി അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹമായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന genuine ആയിട്ടുള്ള സ്നേഹം എന്നുള്ളതൊക്കെ മനസ്സിലാക്കുമ്പോൾ തീർത്തും ഒറ്റപ്പെടലിലാണ് നിൽക്കുന്നത്. ഈ ഒറ്റപ്പെടലിൽ നിന്നൊരു മാറ്റം വേണം. മുന്നോട്ടേക്ക് ഒരു ജീവിതം തനിക്കും വേണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് spiritually ഒക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് വ്യക്തികൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ഒക്കെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നവരുണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ തടസ്സമായിട്ട് നിൽക്കുക. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളിലൊക്കെ ഒരു റിയലൈസേഷൻ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഒന്നിച്ച് ജീവിക്കാനായിട്ട് ആ ഒരു പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഇവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളാണ് തെറ്റുകാരി എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ വ്യക്തികൾ ഉണ്ടായിരുന്നു. ഇവരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കേട്ട് വിശ്വസിച്ചിട്ട് തെറ്റിദ്ധരിക്കുക, നിങ്ങളെ ബ്ലെയിം ചെയ്യുക.
അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ സ്പ്ലിറ്റ് ആയി പോയ ഒരു ബന്ധം തന്നെയാണിത്. അപ്പൊ ഈ ഒരു സമയത്ത് തിരിച്ചറിവുകളിലൂടെ പോകുന്ന വ്യക്തി ആയതുകൊണ്ട് സ്പിരിച്വലി ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യുക വെച്ചാൽ പ്രാർത്ഥിക്കുക. അവരുടേതായ ആ ഒരു വിശ്വസിക്കുന്ന ദൈവിക ശക്തിയിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരു ഹോപ്പാണ് നമുക്കിവിടെ കാണുന്നത്. ഇവിടെ സ്റ്റാർ എനർജി വന്നിട്ടുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ അവർ ഈ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇതിനൊരു മാറ്റങ്ങൾ വേണം. ഇതുവരെ അവര് ഒരു പുതിയ തുടക്കം വേണമെന്ന് വെറുതെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഓരോ നിമിഷം മുന്നോട്ടേക്ക് അവരുടെ ചിന്തകളിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ആദ്യം ചിന്തിക്കുന്നു, പിന്നെ കൺഫ്യൂഷൻ ആകുന്നു, ഇനി അതിൽ നിന്ന് കയറി പോരണം എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പൊ അവര് നിൽക്കുന്നത് എന്ന് പറയുന്നത് ഒരു പടുകുഴിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്ന് വെച്ചാൽ പെട്ടുപോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ആ ഒരു പെട്ടുപോയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അവർ ആ ഒരു പ്രാർത്ഥനകളിലൂടെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളിലൂടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഹോപ്പിലൂടെ മുന്നോട്ടേക്ക് കയറി വരികയാണ്. ഇതിന്റെ മുകളിൽ എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അവർ ഇതിൽ നിന്നും കയറി വരുമ്പോൾ അവരുടെ കൈ പിടിച്ചുയർത്താനായിട്ട് നിങ്ങൾ മുകളിൽ ഉണ്ടാകും. ആ ഒരു കൈകളിലൂടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം. ഇവിടെ 6 of wands വന്നിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ കാർഡ് ആണ് വന്നിരിക്കുന്നത്. അവർ നിങ്ങളുമായിട്ട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ബ്ലോക്ക് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് എല്ലാം മാറ്റുക. അതിനുശേഷം നിങ്ങൾക്കൊരു മെസ്സേജ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ചിലവരെ സംബന്ധിച്ചിടത്തോളം കോൾ ആയിട്ടായിരിക്കാം, ചിലവർക്ക് മെസ്സേജ് ആയിട്ടായിരിക്കാം. മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നേരിട്ടൊരു മീറ്റിംഗ് ആവാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണെങ്കിലും ഇവരൊരു കോൺവെർസേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അതും തുറന്നു തന്നെയുള്ള ഒരു സംസാരം. എല്ലാ കാര്യങ്ങളും ഏറ്റു പറഞ്ഞുകൊണ്ട്, അതുപോലെ ഒരു ക്ഷമാപണം നടത്തേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കേൾക്കാൻ കുറച്ച് സമയം തരിക, നിങ്ങളെ കേൾക്കാൻ കുറച്ച് സമയം തരിക, പരസ്പരം ഒരു mutual understanding റിലേഷൻഷിപ്പിൽ കൊണ്ടുവരിക, അതിലൂടെ ഇതിന്റെ ഒരു വളർച്ചയിലേക്ക് തിരികെ കൊണ്ടുപോവുക. അങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിക്കുക. എല്ലാ രീതിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ഒരു സോഴ്സ് ലഭിക്കുക, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്നവരാണ്. ഇവിടെ 8 of wands ആണ് വന്നിരിക്കുന്നത്. ഫാസ്റ്റ് എനർജി ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫയർ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു വാണ്ടിന്റെ കൂടെ തന്നെ. അപ്പൊ അത്രയും പാഷനേറ്റ് ആയിട്ട് നിങ്ങളെ നോക്കി കാണുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് പാസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കാർഡിന്റെ മീനിങ് പോലും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഒക്കെ ഇടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അവരൊരു മെസ്സേജ് ഇട്ടിട്ട് അധികമൊന്നും മിണ്ടുന്നുണ്ടാവില്ല. ഇപ്പൊ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒരു ഹായ് എന്നൊക്കെ മാത്രമായിരിക്കും ഇടുന്നത്. പക്ഷെ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരോടും കൂടെ സംസാരിക്കണം എന്നുള്ളതാണ്. കാരണം അവർ ഓൾറെഡി നിൽക്കുന്ന ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിലാണ്. അവർക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. അവരൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പൊ അവർക്ക് എങ്ങനെ നിങ്ങളോട് സംസാരിച്ചു തുടങ്ങണം എന്നറിയില്ല. എങ്കിലും അവർ ആ ബ്ലോക്ക് ഒക്കെ മാറ്റിയിട്ട് നിങ്ങൾക്കായിട്ടുള്ള ഒരു കാത്തിരിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. ഹൃദയമൊക്കെ ഭയങ്കരമായിട്ട് നോവുന്ന ഒരു അവസ്ഥയിലാണ്. തീരുമാനം എടുക്കാനായിട്ടോ അല്ലെങ്കിൽ ചിന്തിക്കാനായിട്ടോ പോലും പലപ്പോഴും കഴിയുന്നില്ല. ഇവരുടെ ഒരു തോന്നൽ എന്ന് പറയുന്നത് ഇവരിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഇവരുടെ പുറകെ ആ ഒരു കറുത്ത മറ ഇവരെ പിന്തുടരുന്നുണ്ട്. അപ്പൊ അവിടുന്ന് എന്നേക്കുമായിട്ട് വേണം let go ചെയ്യാനായിട്ട്. പെട്ടെന്ന് sudden ഒരു change അല്ല. ഇപ്പൊ third party situation എന്നൊക്കെ പറയുമ്പോഴേക്കും ഇവർക്ക് ചിലപ്പോൾ ഒട്ടും മാറ്റാനായിട്ട് പറ്റാത്ത ഒരു energy ആയിരിക്കാം. അത്രയും ഭയങ്കരമായിട്ട് ഒരു engaged ആയിട്ട് പോയിരുന്ന ഒരു ബന്ധമായിരിക്കാം. അപ്പൊ നിങ്ങളെ വേദനിപ്പിച്ച് പോയവരാണെങ്കിൽ പോലും ഇവർ എവിടെയോ പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തികളുടെ എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് പെട്ടെന്ന് സഡൻ ആയിട്ട് ഓക്കെ ബൈ എന്ന് പറഞ്ഞ് പോരാൻ പറ്റുന്ന ഒരു ബന്ധം അല്ല അത്. അപ്പൊ അവിടെ നിന്ന് വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചതിന് ശേഷം വേണം പോരാനായിട്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ പ്ലാനിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇപ്പൊ ഒരു സപ്പോർട്ട് വേണം. അവരെ കാത്തിരിക്കാനായിട്ടാണെങ്കിലും ഒരാൾ വേണം. ആ ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങൾ ഉണ്ടാകുന്ന ഒരു വിശ്വാസം, ആ ഒരു ട്രസ്റ്റ് അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതൊന്ന് കൺഫേം ചെയ്യാനായിട്ടാണ് അവരിപ്പോ നിങ്ങളിലേക്ക് അടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ രീതിക്കും അവർ ഏറ്റു പറയുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ അവർ ഇതുവരെ അവരുടെ ഇമോഷൻസ് കാര്യങ്ങൾ ഒന്നും നിങ്ങളിലേക്ക് പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ അവർക്ക് വേണ്ടി ഒരുപാട് കാത്തിരുന്നിട്ടൊക്കെ ഉണ്ടാവാം. ഓരോ നിമിഷവും നിങ്ങൾ അവരുടെ ഫോൺ എടുത്ത് നോക്കുന്നു, അവരുടെ എല്ലാം നിങ്ങളുടെ ഫോൺ എടുത്ത് നോക്കുന്നു, ബ്ലോക്ക് മാറ്റിയിട്ടുണ്ടോ, നിങ്ങൾ ഭയങ്കരമായിട്ട് അവരെ ചേസ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇവരെല്ലായിടത്തും ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനത്തേക്ക് ഒരു അവസ്ഥയിൽ നിങ്ങൾ ഒരുപാട് ഡിപ്രഷൻ അവസ്ഥയിലൂടെ പോയവരാണ്. അപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്താണോ നിങ്ങൾ ഫേസ് ചെയ്തേണ്ടിരുന്നത് അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നത്, അതേ കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ഇപ്പൊ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു കർമ്മ എന്ന് തന്നെ പറയാം. നമുക്കിവിടെ വന്നിരിക്കുന്ന ടവർ എനർജി ആയതുകൊണ്ട് ഓഫ് കോഴ്സ് ഇതൊരു കർമ്മ തന്നെയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കർമ്മ പേഴ്സ് ചെയ്യുന്ന ഒരു പേഴ്സണെയാണ് ഇവിടെ കാണിക്കുന്നത്. ചിലവരെ സംബന്ധിച്ചിടത്തോളം അത് ഫേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് അത് എത്താനായിട്ട് പെട്ടെന്നായിരിക്കും വരുന്നത്. ഇപ്പൊ ചിലവർക്ക് ആരെങ്കിലും ഉപദ്രവിച്ച് മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപദ്രവിച്ച പേഴ്സൺ ആരാണോ അവരിലേക്ക് പെട്ടെന്ന് ആ ഒരു കർമ്മ തിരിച്ചടിക്കും. മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉപദ്രവിച്ച് പോയ വ്യക്തികൾക്ക്
കുറെ നാൾ കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക. അത് ഓരോരുത്തരുടെ ആ ഒരു എനർജീനെ അനുസരിച്ചിരിക്കും. പക്ഷെ ഒരിക്കലും കർമ്മ വിട്ട് പോവില്ല. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരിപ്പോ നിങ്ങളെ വേദനിപ്പിച്ച് പോയിട്ട് കുറച്ച് മുന്നോട്ടേക്ക് ആയി കാണും. സഡൻ ആയിട്ടൊന്നും ആയിരിക്കില്ല. കുറച്ച് മാസങ്ങളൊക്കെ ആയിട്ടുണ്ടായിരിക്കാം. ചിലവർക്ക് വർഷമായിട്ടുണ്ടായിരിക്കാം. ഒരു വർഷമൊക്കെ ആയി കാണും. അപ്പൊ എങ്ങനെയാണെങ്കിലും ഇവരുടെ ടൈം ഇതായിരുന്നു. ഇവർ തിരിച്ചറിയേണ്ട സമയം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരിക, നിങ്ങൾക്കൊരു forgiveness, നിങ്ങളിലേക്ക് ഒരു ക്ഷമാപണം നടത്തേണ്ട സമയം. ഇതുവരെ ഇമോഷൻസ് ഒന്നും പ്രകടിപ്പിക്കാതിരുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇമോഷൻസും, സങ്കടം ആയിക്കൊള്ളട്ടെ, സന്തോഷം ആയിക്കൊള്ളട്ടെ, എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാനായിട്ട് ചിന്തിക്കുന്നുണ്ട്. ടെൻ ഓഫ് കപ്സ് വന്നിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒരു ഫാമിലി ആയിട്ടൊക്കെ മുന്നോട്ടേക്ക് പോകുന്നവരായിരിക്കാം. അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് മുന്നോട്ടേക്ക് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നവരായിരിക്കാം. എഗെയിൻ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ടുവരണം. ആ ഒരു കമ്മിറ്റ്മെന്റിലൂടെ ഈ ഒരു ബന്ധത്തിന്റെ വളർച്ച വീണ്ടെടുക്കുക തന്നെ വേണം. ഇപ്പൊ കുട്ടികള് കുടുംബമൊക്കെ ഉള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഒറ്റയ്ക്ക് ആ ഒരു ലൈഫിനെ മുന്നോട്ടേക്ക് മാനേജ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതിപ്പോ ജെന്റ്സ് ആണെന്നുണ്ടെങ്കിലും ലേഡീസ് ആണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും അപ്പൊ നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പാടുകള് കാര്യങ്ങളെല്ലാം ഇവരിപ്പോ മാറി നിന്ന് നോക്കി കാണുവാണ്. ഒരു സമയത്ത് ഇവര് മൈൻഡേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരിപ്പോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ലൈഫിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടുണ്ട്. നിങ്ങളുടേതായ സ്ട്രെങ്ത്തിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാതിരിക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് എത്ര വിഷമം ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ മുന്നോട്ടേക്ക് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും മനസ്സിൽ ആ ഒരു നീറുന്ന വേദനയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങൾക്ക് പ്രൊട്ടക്ഷനുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഗാർഡിയൻ ആയിട്ട് തിരിച്ചു വരണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ്. ത്രീ ഓഫ് കപ്സ് ആണ്. എഗെയിൻ ഒരു സെലിബ്രേഷൻ കൊണ്ടുവരിക. അതായത് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടത്തുക. പരമായിട്ട് ഈ ഒരു ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം വേണം. ഒരു അബണ്ടൻസ് കൊണ്ടുവരണം. ഒരു ന്യൂ ചാപ്റ്റർ ഈ റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഡിവൈൻ ടൈം ആണിത്. അതാണ് ആ ഒരു ഹോപ്പ് ആയിട്ട് ഇവർ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ ലൈഫിൽ അവരിപ്പോ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം കൂടെ വെച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട സമയം ഇതാണെന്നുള്ളത് മനസ്സിലാക്കിയാണ്. വളരെ സ്ലോ ആയിട്ടാണ് റിലേഷൻഷിപ്പ് ഇതുവരെ പോയിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഇനി അതിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് ചെയ്യുക. ഇവരുടെ കരിയറിലൊക്കെ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. കരിയറിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള രീതി ആയിരുന്നു ഇവരുടേത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ റിലേഷൻഷിപ്പിലും പ്രവർത്തിക്കണം എന്നാണ് ചിന്തിക്കുന്നത്. കരിയറിൽ മാത്രമല്ല, ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അതേ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് വളരെ സന്തോഷകരമായിട്ട് ആ ഒരു റെസ്പോൺസിബിലിറ്റി സ്വീകരിച്ച് ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യണം. ഇനി മുന്നിൽ ഈ ഒരു തടസ്സങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അതിപ്പോ എന്ത് രീതിയിലുള്ള തടസ്സങ്ങളാണെന്നുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കണം. സെവൻ ഓഫ് വാൻഡ്സ് ആണ്. പൂർണ്ണമായിട്ടും അതിജീവിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരും. അതിന് ആദ്യം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇവർക്ക് ആവശ്യമാണ്. ആ ഒരു സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് ആണ് ഇവരിൽ ഉള്ളത്. അപ്പൊ ആ ഒരു സപ്പോർട്ട് ഇവർക്ക് കിട്ടാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളൊരു ക്ലാരിറ്റി അവർക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അതിന് മുന്നോടിയായിട്ട് ആദ്യം നിങ്ങളോടൊന്ന് സംസാരിക്കണം. അതാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിൽ മെയിൻ ആയിട്ട് കിട്ടിയിരിക്കുന്നത് നിങ്ങളുമായിട്ടൊന്ന് തുറന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പേഴ്സണെയാണ്. ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ടും ഡിസ്കണക്ട് ആവാനായിട്ട് പാടില്ല. അർഹമായ രീതിയിലുള്ള ആ ഒരു സ്നേഹം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകാനും നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു ഷെയറിങ് വീണ്ടും കൊണ്ടുവരാനും, ഷെയറിങ് എന്ന് പറയുമ്പോൾ സ്നേഹം മാത്രമല്ല, എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ മറച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പല കാര്യങ്ങളും നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും ചോദിച്ചപ്പോൾ സത്യമായ കാര്യങ്ങളൊന്നും അല്ല നിങ്ങളിലേക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വളരെ ക്ലാരിറ്റിയോട് കൂടി എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് പറയുക. അതിനുശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു അബണ്ടൻസ്, നഷ്ടപ്പെട്ടു പോയിരുന്ന ആ ഒരു സന്തോഷം, സമൃദ്ധി, ഇതെല്ലാം വീണ്ടെടുത്ത് വളരെ പാഷനേറ്റ് ആയിട്ട് തന്നെ ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. വളരെ പൊസസീവ് ആയിട്ട് നിങ്ങളെ കണ്ടിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു ഒരു കാലത്ത്. എന്നുവെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഇവർ വളരെ പൊസസീവ് ആയിരുന്നു. നിങ്ങളത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ പോകെ പോകെ ഇവർ ആ ഒരു പൊസസീവ്നെസ് കുറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, നിങ്ങളെ ഒട്ടും തന്നെ പരിഗണിക്കാതെ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അതൊക്കെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അന്ന് ഇവർ ഒരു കാരണവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അതൊക്കെ തന്നെയായിരിക്കും അവർ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നത്. പിന്നീട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകാതെയൊക്കെ മാറി നിന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് ആ ഒരു കുറ്റബോധം ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. തന്റെ സമയമാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങളുമായിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒക്കെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാനൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളൊരു റിലേഷൻഷിപ്പ് ഒക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലിയിലൊക്കെയാണ് ഇഷ്യൂസ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടൊരു വീട് മാറി താമസിക്കണം.
അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇനി അല്ല നിങ്ങളുടെ ഫാമിലി നിങ്ങളെ ഒന്നിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് യൂണിവേഴ്സൽ പവറിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു മാരേജ് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് കൊണ്ടുവന്നിട്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് മാറി നിൽക്കുക. എന്ന് വെച്ചാൽ നിങ്ങളെ വിട്ടുകളയാൻ തയ്യാറല്ല. നിങ്ങളെ ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് ഈ ഒരു പേഴ്സൺ തീരുമാനം എടുത്തിട്ടുള്ളത്. ചിലവരെ സംബന്ധിച്ചിടത്തോളം തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്ന മറ്റ് വ്യക്തികളായിരിക്കാം, പുറത്തു നിന്നുള്ള വ്യക്തികളായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ അവിടെയും ഒരു തീരുമാനം കാണുക എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. നിങ്ങളിലേക്കൊരു തിരിച്ചുവരവ് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇളകി മറിയുന്ന ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കലുഷിതമായിരിക്കുന്ന അവരുടെ മനസ്സാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണെന്നുണ്ടെങ്കിലും പരിപൂർണമായിട്ട് ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് മാറണം. അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവര് തന്നെ ആദ്യം ഇനിഷ്യേറ്റീവ് എടുക്കണം. ഇങ്ങനെ ഓർത്തോർത്ത് ഓവർ തിങ്കിങ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. പക്ഷെ അതിന് അവർക്ക് സപ്പോർട്ട് ഒന്ന് വേണ്ടത് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസവും, രണ്ട് അവർക്ക് വേണ്ടത് ഈ ഒരു ഡിവൈൻ ശക്തിയുടെ അതായത് ഈ ഒരു യൂണിവേഴ്സൽ പവറിന്റെ ബ്ലെസ്സിങ്ങും ആണ്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്ന ആദ്യകാലത്ത് ഭയങ്കരമായ സ്പിരിച്വൽ കണക്ഷനിലൂടെ പോയവരൊന്നും അല്ല. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവർക്ക് ഭയങ്കരമായ വിശ്വാസങ്ങളൊക്കെ കൈവന്നിട്ടുണ്ട്. ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന തിരിച്ചടികൾ തന്നെയാണ് ആ ഒരു വിശ്വാസത്തിലേക്ക് ഇവരെ എത്തിച്ചിരിക്കുന്നത്. അപ്പൊ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി ഇപ്പൊ നിങ്ങൾ ഒരുപാട് ഇമാജിൻ ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഡ്രീം കാണുന്നുണ്ട്, സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക, ആ ഒരു മെന്റാലിറ്റിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവരുടെ സ്പിരിച്വൽ കണക്ഷൻ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇവരുടെ വിശ്വാസം, ട്രസ്റ്റ്, പ്രാർത്ഥന, അതിലൂടെയൊക്കെ ഇവരുടെ ആ ഒരു ഹേർട്ട് ചക്രയൊക്കെ ഓപ്പൺ ആയിരിക്കുന്ന സമയം. അപ്പൊ ഹേർട്ട് ചക്ര ഓപ്പൺ ആവുക എന്ന് പറയുന്നത് തന്നെ ന്യായമായിട്ട് അല്ലെങ്കിൽ നീതിപൂർവമായിട്ട് പ്രവർത്തിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ അവർക്ക് ഏറ്റിരിക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു, ഹൃദയത്തിൽ തന്നെയാണ് മുറിവേറ്റിരിക്കുന്നത്. അപ്പൊ ആ ഒരു മുറിവേറ്റിരിക്കുന്നു, അതോടൊപ്പം അവരുടെ മനസ്സ്, സ്വന്തം ഇൻറ്റ്യൂഷൻ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്നർ വോയിസ് അവരോട് തന്നെ നീതിപൂർവം ഇനിയെങ്കിലും മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് വിജയം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ട് ഈ ഒരു പ്രണയത്തിന് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് വേണം. ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പോൾ അവർ നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെ വീണ്ടും പ്രപ്പോസ് ചെയ്യുക, ആ ഒരു പ്രപ്പോസലിലൂടെ വീണ്ടും ഒരു റീസ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് അവരിപ്പോ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 10 of cups ആണ് വന്നിരിക്കുന്നത്. ഇതൊരു ബ്ലെസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്, ഒരു അനുഗ്രഹിച്ച് കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു അനുഗ്രഹമായിട്ടാണ് അവർ കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് അത് നിങ്ങളുടെ അടുത്ത് തന്നെയാണ്. മറ്റാരൊക്കെ ഇവരുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കാം, ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, ഫാമിലി ഉണ്ടായിരിക്കാം, മറ്റെന്തൊക്കെ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിലും ഇവർ അത്രയും കംഫർട്ടബിൾ ആയിട്ട് നിന്നിരുന്നത് നിങ്ങളുടെ അടുത്ത് തന്നെയാണ്. അത് ഇവര് തിരിച്ചറിഞ്ഞില്ല. അതിന്റെ കുറ്റബോധം അവർക്ക് ഇപ്പൊ ഉണ്ട്, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇതിനകത്തൊരു ഫുൾഫിൽമെന്റ് കൊണ്ടുവരാനും റിലേഷൻഷിപ്പിന്റെ ഹാപ്പിനെസ് വീണ്ടെടുക്കാനും നിങ്ങൾ ഒരുമിച്ച് കണ്ടിരുന്ന ആ ഒരു സ്വപ്നങ്ങൾ ഇനി മുന്നോട്ടേക്ക് ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുക. അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോ എന്തൊക്കെ ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിലും അത് അവർ ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും എന്ത് വില കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും അതിനെ നേടുക. ഇതുവരെ വൈകാരികപരമായിട്ടൊരു തീരുമാനമോ കാര്യങ്ങളോ ഡിസിഷൻസോ ഒന്നും ഇവർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ആ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയമാണിത്. ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിൽ മാത്രം നിന്നിട്ട് കാര്യമില്ല, മൂവ് ഓൺ ചെയ്യണം. ഇപ്പൊ അവർ നിൽക്കുന്ന ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലാണ്, ആ ഒരു കൺഫ്യൂഷണർജിയിലാണ്. എങ്കിലും ആ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു രീതിയിലാണ്. അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു സ്റ്റേജ് കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഡിസിഷൻ എടുക്കേണ്ട ഒരു ടൈം ആണിത്. ഇപ്പൊ ഒരു ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ടേക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഇരുന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇരുന്ന് പോവുക തന്നെ ചെയ്യും. അപ്പൊ ഇമോഷൻസ് ഇതുവരെ നിയന്ത്രിച്ചു വെച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു കെട്ടുകളെല്ലാം പൂർണ്ണമായിട്ടും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ ഒരു പോസിറ്റീവ് തോട്ടിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ അവരുടേതായ ഒരു സെൽഫ് ലവിലേക്ക് അവരുടെ എനർജീനെ അവർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ കാഴ്ചപ്പാടുകൾക്കൊക്കെ ഒരു മാറ്റങ്ങൾ കൈവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു മേക്കിങ്ങിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെ ആണെന്നുണ്ടെങ്കിലും ചിന്തിക്കുന്ന കാര്യങ്ങൾ. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് തന്നെയാണ് അവരുടെ മൈൻഡിൽ നിൽക്കുന്നത്. ആകെ ഒരു ക്ലാരിറ്റി കിട്ടാതെ നിൽക്കുന്ന അവസ്ഥ മാത്രമാണത്. എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പ്രവർത്തിക്കണം. 3 of wands ആണ് വന്നിരിക്കുന്നത്. അവർ ആ ഒരു പാതി വഴിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ വീഡിയോ റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഇവിടെ നോക്കാം.
നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടൊക്കെ ഈ ഒരു ക്ലൂസിന് എത്രത്തോളം കണക്ഷൻ ഉണ്ട് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. സി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 1988. എം എന്നൊരു ലെറ്റർ. ആർ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. എസ്, ഇടുക്കി ഡിസ്ട്രിക്ട്. 1986. ബി എന്നൊരു ലെറ്റർ. 35. വിർഗോ. വി എന്നൊരു ലെറ്റർ. ഓഗസ്റ്റ് മന്ത്. ഏപ്രിൽ. ബി. ഉത്രം എന്നൊരു സ്റ്റാർ. കാർത്തിക. പുണർദം. മെയ് എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. 34. ജി എന്നൊരു ലെറ്റർ. കെ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. എൻ എന്നൊരു ലെറ്റർ. വി അഗെയിൻ വന്നിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഒക്കെ നിങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. ഭരണി. ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട്. 44. അനിഴം. മലപ്പുറം. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എൻ എന്നൊരു ലെറ്റർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വ്യക്തി നിങ്ങളെ എവിടെയാണോ അവഗണിച്ച് പോയത് ആ ഒരു സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് പരിഗണന നൽകാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നവരാണ്. തെറ്റുകൾ മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് വളരെയധികം കഠിനമായിട്ട് ഒരു വേദന സമ്മാനിച്ചിട്ട് അതിൽ നിന്നുള്ള തിരിച്ചറിവ് കൊണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്ന പേഴ്സൺ. അപ്പൊ നമുക്ക് വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.